ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മന്ധര കൈകേയിയോട് പറഞ്ഞ വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ രാമനെ പുറത്തേക്ക് കാട്ടിക്ക് പറഞ്ഞയക്കാനും ഭരതനെ രാജാവായിട്ട് വാഴിക്കാനും ഉപായം എന്തെന്ന് ചോദിച്ചപ്പം കൈകേയി ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ടാണ് പഴയ ആ 2 വരങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചത്. ഇതൊന്നും കൈകേയിയുടെ ധാരണയിൽ ഇരുന്ന കാര്യങ്ങളല്ല ആരെടുത്ത് പ്രയോഗിക്കാൻ ഉപദേശിച്ചത്, മന്ധര ഉപദേശിച്ചത്. മന്ധര എന്തേ ചെയ്തു വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം സൂക്ഷ്മമായിട്ട് ഓർമ്മയിൽ വെച്ച് കൊണ്ട് നടക്കണോളാണെന്ന് മനസ്സിലായില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഈ മന്ധരയെക്കുറിച്ച് പറഞ്ഞ സമയത്തൊക്കെ പാപദരിശിനി എന്നാണ് ആരെക്കുറിച്ച് പറഞ്ഞത്, മന്ധര പാപദരിശിനി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്, പാപദരിശിനി. മന്ധരയുടെ ഒരു ഇനീഷ്യല് പോലെയാണ് എന്ത് പി മന്ധര പാപദരിശിനി. ആ പാപദരിശിനി എന്നുള്ള പ്രയോഗത്തിനൊരു അർത്ഥമുണ്ട്. ലോകത്തിൽ ചിലർ അങ്ങനെയാണ്, പാപദരിശനാണ് അവരുടെ ശീലം. പാപദരിശനം ചീത്തത്തം കാണുകയാണ് അവരുടെ ശീലം, നന്മ കാണില്ല ഒന്നിലും. എന്ത് നല്ല കാര്യത്തിൻ്റെ ഇടയ്ക്ക് അവരെന്തേ കാണുള്ളൂ, ചീത്തത്തെ കാണും. ചിലർ കണ്ടിട്ടില്ല, ഏറ്റവും നല്ല സംഗതി നടന്നാലും അതിനെക്കുറിച്ച് എന്തേ പറയുള്ളൂ, മോശമായിട്ടേ പറയുള്ളൂ, നല്ലത് പറയില്ല. എന്ത് ഊണെന്നെ കൊടുത്താലും അവരെന്ത് പറയും, നല്ല സദ്യ ഉണ്ടാലും പറയാ നല്ലത് പറയില്ല. എന്നാലും മൂക്കറ്റം ഉണ്ണും ചെയ്യും. ഉണ്ണാതെ എണീറ്റ് പോകുകയാണെന്ന് അങ്ങനെയല്ല, നല്ലോണം നല്ലത് പറയായ എന്ന് പറയുന്നത് ഒരു സ്വഭാവത്തിൻ്റെ ഭാഗം. അങ്ങനെയുള്ള സ്വഭാവം നമ്മുടെ കയ്യിലെങ്ങാനും ഉണ്ടെങ്കിൽ സ്വയം മനസ്സിലാക്കിയിട്ട് തിരുത്തി നേരെയാക്കല്ലാതെ വേറെ ഒരാൾക്കത് നേരെയാക്കിച്ച് തരാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റുള്ളൂ. ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കണത് എന്തിനാണെന്നറിയോ, നമ്മൾക്കിത് കേൾക്കുമ്പോൾ ഇതൊക്കെ വടക്കേല നാരായണി കേൾക്കണം. എന്ത് വടക്കേല നാരായണിയും അതൊക്കെ കേട്ട് നന്നാവണം. നമ്മളാണെങ്കിലോ പണ്ടേ അങ്ങനെ മറ്റുള്ളവരെ നന്നാക്കാനും മറ്റുള്ളവരെ കൈമാക്കാനും പരിഷ്കരിക്കാനും ഒന്നുമല്ല ഇതൊന്നും. ഇതൊക്കെ അവനവനെ നമ്മളൊക്കെ എന്തെങ്കിലും പഴുതോ പോരായോ ഉണ്ടെച്ചാൽ അത് കണ്ട് മനസ്സിലാക്കി തിരുത്തി നേരെയാക്കി ഈ മനുഷ്യന്മാരായ നമ്മളൊക്കെ ഇങ്ങനെ കുറേശ്ശെ തിരുത്തി നേരെയാക്കി നമുക്ക് നമ്മളെ നേരെയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവണമെങ്കിൽ അത് വെറുതെ കുറേ പുസ്തകം പഠിച്ചതുകൊണ്ടും കുറേ സ്കൂളിലും കോളേജിലും പോയതുകൊണ്ടും മാത്രം ഉണ്ടാവില്ല. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അത് എന്തും കൂടി വേണം, സ്വയം അവനവൻ്റെ പോരായ മനസ്സിലാക്കാനും അത് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് പിഴയ്ക്കണത് നോക്കിയിട്ട് തിരുത്തി നേരെയാക്കാനും കൂടിയുള്ളൊരു
ഒരു ദിശ ഉണ്ടാവണം. ആ ദിശ വെച്ചാൽ ദിശാബോധം ഉണ്ടാവണം. അതുണ്ട് വെച്ചാൽ കുഴപ്പമില്ല. ഇവിടെ എന്താ വെച്ചാൽ ഈ മന്ധരയെക്കുറിച്ച് പറയുമ്പോൾ പാപദരിശിനി നന്മ, ഇല്ലെങ്കിൽ രാമനെക്കുറിച്ച് എന്തൊക്കെ ഒന്നും തോന്നിയില്ലല്ലോ. ഈ രാമൻ പോലും ഇല്ലെങ്കിൽ നമ്മുടെ കൈകൈ പോലും ചിന്തിക്കാത്ത ദുഷ്ടതകൾ, കൗസല്യ ചിന്തിക്കാത്ത ദുഷ്ടതകളാണ് ആര് പറഞ്ഞ് യോജിപ്പിച്ചു കൊടുത്തത്. പക്ഷേ ഈ ദുഷ്ടതകളാണെങ്കിലും ഈ വിധത്തിൽ പറഞ്ഞ് യോജിപ്പിച്ചു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരെന്തായിട്ട് തീർന്നു? കൈകൈ ആ മട്ടിലേക്കായിട്ട് തീരും ചെയ്തു. അതൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം മന്ധര പറഞ്ഞു കൊടുത്തത് പഴയ ആ വരം ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? മനസ്സിലെത്തണം. കാരണം എന്താ ചോദിച്ചാൽ അതിന് മന്ധര കൊടുത്തൊരു ഉപായം എന്താണെന്നറിയോ? പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടേ നീ ഈ കാര്യം നടക്കും, ഞാനല്ലേ പറയണത്. അപ്പോഴും കൈകൈക്കൊരു സംശയം ഉണ്ട്. എന്താ വെച്ചാൽ നടക്കുമോ ആവോ അതൊക്കെ, ഇവള് പറയണത് കേട്ടിട്ട് പുറപ്പെട്ടിട്ട് നടക്കുമോ ആവോ എന്നൊരു ചെറിയ ശങ്ക ഉള്ളിലുണ്ടാവുകൊണ്ട് കൈകൈ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പം മന്ധര പറഞ്ഞത് എന്താണെന്ന് ഇഷ്ടമുണ്ടോ? നീ ശങ്കിക്കേണ്ട കുട്ടിയെ, ഞാൻ പറയാം. എന്താ വെച്ചാണ്ടോ? ദൈതാത്വം സത് ഭർത്തോ അത്രമേ നാസ്തി സംശയ. അടിയിൽ വരയ്ക്കണം. അതെന്താ? അത് ഒരു പ്രസ്താവന. അതെന്താ പറഞ്ഞത്? എനിക്ക് സംശയമില്ല ആ കാര്യത്തിൽ. എന്തിനു സംശയമില്ല? ദൈതാത്വം സത് ഭർത്തോ, നീ ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ടവളാ നീയെ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്നാര് പറയണു? മന്ധര. ശരി തന്നെയാണ്. രാജാവിന് ഭാര്യമാർ 3 വെച്ചാലും ഈ കൈകൈയോട് ഉള്ള മാതിരിയുള്ളൊരു ഭാവം മറ്റേ 2 ഇല്ല. അതവിടെ പറഞ്ഞത്. അങ്ങനെയല്ലേ? തൊൽകൃതേ സമഹാരാജോ വിഷേദപി ഹുതാശനം. നിനക്ക് വേണച്ചാൽ ചിലപ്പോൾ രാജാവ് തീയിലേക്ക് ചാടാനും മടിക്കില്ല. അത്രയൊക്കെ നമ്മുടെ മന്ധര പറയണമെങ്കിൽ ഒന്നുമില്ലാതെ പറയില്ല. എന്താ കാരണം? കണ്ടും പരിചയപ്പെട്ടും കുറെ കാലമായിട്ട് പരിചയമായിട്ട് രാജാവിൻ്റെ ഒരു സ്വഭാവവും കൈകൈയുടെ സ്വഭാവം, രണ്ടാളും തമ്മിലുള്ള ബന്ധവും രണ്ടാളോടുള്ള ഭാവവും ഒക്കെ നല്ലോണം നിശ്ചല ആളാണ് ആര്? മന്ധര. ഇന്നലെ വൈകുന്നേരത്തെ ഓട്ടോറിക്ഷയ്ക്ക് വന്ന ആളൊന്നും അല്ലല്ലോ, കുറെ കാലമായിട്ട് കൂടെ പോകുന്നോളല്ലേ. അപ്പം നിശ്ചണ്ടാവേ. അപ്പം അതുകൊണ്ടാണ് മന്ധര പറഞ്ഞത് തൊൽകൃതയെ നിനക്ക് വേണം ചാൽ സ മഹാരാജ. ആ മഹാരാജാവ് ഹുതാശനം വിഷേദപി. ഹുതാശനം തീ ചാടാനും മടിക്കില്ല. അതും വേണേ രാജാവ് ചെയ്യും. അതുകൊണ്ട് നത്വാം ക്രോധയിതും ശക്വതോ, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ആര് പുറപ്പെടില്ല? രാജാവ്. നത്വാം ക്രോധയിതും ശക്വതോ, നിന്നെ ക്രോധിപ്പിക്കാൻ, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ രാജാവ് പുറപ്പെടില്ല. മാത്രമല്ല ന ക്രുദ്ധാം പ്രത്യുദീക്ഷിതും, ദേഷ്യപ്പെട്ട് നിൽക്കണം നിന്നെ നോക്കാനും രാജാവ്, ദേഷ്യപ്പെട്ട് നിൽക്കണം എൻ്റെ മുഖത്തേക്ക് നോക്കാനും രാജാവ് ധൈര്യപ്പെടില്ല. തവ പ്രിയാർത്ഥം രാജാഹി പ്രാണാനപി പരിത്യജേത്. നിനക്ക് വേണച്ചാൽ നിന്നെ പ്രീതിപ്പെടുത്താൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ രാജാവ് വേണച്ചാൽ പ്രാണൻ പോലും ഉപേക്ഷിക്കും. അന്ന് എനിക്ക് ഇഷ്ടമല്ലാതെ. അതുകൊണ്ട് നഹ്യതിക്രമയിതും ശക്തസ്തവ, നിന്നെ മറികടന്നൊരു കാര്യം ആര് ചെയ്യില്ല? രാജാവ് ചെയ്യില്ല. അത് നീ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞാൽ എന്താ പറ്റായ എന്നാര് ചോദിക്കില്ല? രാജാവ് ചോദിക്കില്ല. അങ്ങനെ ഒരു മട്ടാ രാജാവ്. മന്ദസ്വഭാവേ പൊട്ടത്തി, ഒരു വിവരവും ഇല്ല. ഇതൊക്കെ നിശ്ചണ്ടായിട്ട് ഇതൊക്കെ നിശ്ചയില്ല എനിക്ക്. എന്നിട്ട് താൻ ഈ അന്തല്യായും കാണിച്ചിട്ട് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നത് എന്തരാ കഷ്ടാണത്. ബുദ്ധിസ്വ, കാര്യങ്ങൾ മനസ്സിലാക്കൂ നേരാമണ്ണം. ബുദ്ധിസ്വ എന്ന് പറഞ്ഞാൽ നേരാമണ്ണം ബോധ്യപ്പെടും കാര്യങ്ങളെക്കുറിച്ച്. സൗഭാഗ്യബലമാത്മന, നിൻ്റെ ആ സൗന്ദര്യം, രാജാവിനെ കണ്ണും കടാക്ഷം കാണിച്ചുള്ള പിടിക്കാനുള്ള കഴിവും ഒക്കെ നീ മനസ്സിലാക്കാണ്ട പോയി. ഒക്കെ ഒന്ന് മനസ്സിലാക്കു കുട്ടി. ആര് പറഞ്ഞു? ആത്മന, അവനവൻ്റെ കഴിവ് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കും നീയേ. അതല്ലേ ഞാൻ പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ കൈകൈ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം നമ്മുടെ മറ്റേ ഇതിങ്ങനെ കയറുന്നുണ്ടല്ലോ, ഏത് നല്ലോണം ഏതാണ്ട് മുറുകി, അത് ഇനി തിരിച്ചാൽ മുറുകില്ല, ജതി മുറുക്കം മുറുകി. അപ്പം എന്താണ്ടായെന്നറിയോ? പറഞ്ഞു കൊടുത്തു. ആയിക്കോട്ടെ, ഇതന്നെയാണ് അതിന് വിദ്യ. 14 കൊല്ലം രാമൻ കാട്ടി. എന്തിനീ 14 കൊല്ലം എന്ന് വിശേഷമുണ്ടോ? ഭരതൻ ഇങ്ങോട്ട് ഈ ഭരതൻ രാജാവായിട്ട് ഇവിടെ വാഴുമ്പം അപ്പുറത്തെ പറമ്പിൽ രാമനും കൂടി ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ഭംഗി ഉണ്ടാവില്ല. എന്തായാലും ഈ വലിയ വിളക്കിൻ്റെ അടുത്ത് ചെറിയ വിളക്ക് വെച്ചാൽ വലിയ വിളക്കിൻ്റെ അടുത്തേക്ക് തന്നെയാണ് എല്ലാവരും നോക്കുള്ളൂ. ചെറിയ വിളക്കത് കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ. അപ്പോൾ അതിന് ശോഭ കിട്ടില്ല. അപ്പോൾ എന്ത് വേണം? അപ്പോൾ രാമൻ കുറച്ച് ദിവസം നാട്ടിൽ വേണ്ട, കാട്ടിക്ക് അങ്ങോട്ട് പോട്ടെ. ഒരു 10-14 കൊല്ലം രാമൻ കാട്ടിൽ പോയി താമസിക്കുക. ഭരതനാണെങ്കിൽ ഇവിടെ 50 പൈസയ്ക്ക് 10 കിലോ അരി കൊടുക്കുക, വല്യമ്മമാർക്ക് കമ്പ്യൂട്ടർ കൊടുക്കുക, അങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് ചെയ്ത് ജനപ്രിയ ഭരണം അങ്ങോട്ട് നടത്തി വരുമ്പം പിന്നെ രാമൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ രാമനോ ഏത് ഇങ്ങനെ ചോദിക്കും. ഭരതൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വലിയ ഇഷ്ടാവും. എങ്ങനെയുണ്ട്? ഇവളെ പിടിച്ച് മന്ത്രിയൊക്കെ കണ്ടിരുന്നു. ആര് ചിന്തിച്ചു? ഇത്രയൊക്കെ വിവരമുള്ളവൾ ഇങ്ങനെ കൂനി കുത്തി ഇവിടെ ഇരിക്കാൻ പാടില്ല മൂലയിൽ.
എന്തല്ലേ വിവരം? കൈകേയി പറഞ്ഞു, ആവട്ടെ, രാമം പ്രവ്രാജയാരണ്യേ, രാമനെ കാട്ടിക്ക് പറഞ്ഞേക്കന്നെ, അതിന് വിദ്യയുണ്ട്, പറഞ്ഞേക്കാം. ശരി, സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു, നന്നായി, സന്തോഷമായി എന്നും പറഞ്ഞു. കൈകേയി വിസ്മയം പ്രാപ്ത പരം പരമദർശന. ഈ മന്ധരയുടെ വർത്തമാനം കേട്ടപ്പോൾ കൈകേയി വിസ്മയം പ്രാപ്ത. കൈകേയി പറഞ്ഞു, വണ്ടർഫുൾ. എന്താണ് എൻ്റെ ബുദ്ധി, എന്താണ് എൻ്റെ പുറപ്പാട്, ഞാൻ കണക്കാക്കി സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല ഈ മൂലയിൽ ചൊറിഞ്ഞു കുത്തിയിരിക്കണം നിനക്ക് ഇത്ര വലിയ ബുദ്ധിയും വിവരവും ഉണ്ടാന്ന്. എന്താ അല്ലേ എൻ്റെ ഒരു വിവരം ഇപ്പോഴല്ലേ മനസ്സിലായത്? കേമൻ തന്നെ, എനിക്കിങ്ങോട്ട് അത്ഭുതമാവുകയാണേ. ഞാൻ സുമന്ത്രരെ ഞാൻ കണ്ടിട്ടുണ്ട്, അശോകനെയും ജയന്തനെയും വിജയനെയും എല്ലാവരെയും മന്ത്രിമാരെയൊക്കെ ഞാൻ കണ്ട് പെരുമാറിയിട്ടുണ്ട്. ഇവർക്കൊന്നും ഇല്ലാത്ത ജാതി ബുദ്ധിയുടെ മഹിമയല്ലേ ഇപ്പം തനിക്കിപ്പം ഞാൻ കാണണത്. കേമൻ തന്നെ. കുബ്ജേത്വാം നാഭിജാനാമി ശ്രേഷ്ഠാം ശ്രേഷ്ഠാഭിധായിനിയും. എൻ്റെ കൂനിയെ ഞാൻ ഇത്രയും കാലം എൻ്റെ ഈ മഹിമ മനസ്സിലാക്കിയില്ലല്ലോ. ഇതൊക്കെ കുറേ മുമ്പേ മനസ്സിലാക്കിയിരുന്നു വെച്ചാൽ എന്താ അല്ലേ? ഇപ്പോഴല്ലേ ഇതൊക്കെ? എന്ത് അത് നമ്മൾക്ക് എപ്പോഴും എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ലോട്ടറി എടുത്തു അപ്പം 500 ഉറുപ്പ്യ കിട്ടി, അപ്പം നമുക്ക് തോന്നി ഇതൊന്ന് എന്തൊക്കെ മുന്നേ തോന്നാഞ്ഞത്. എന്ത് മുന്നേ തോന്നിയാലൊക്കെ പറമ്പ് വിറ്റിപ്പം ഇങ്ങനെ റോഡുമ്പിൽ നടക്കണ്ട് എന്നും പറഞ്ഞിട്ട് ഇത് തോന്നിയാരേ നമുക്കെന്തോ നല്ല കാലത്തിൽ അത് തോന്നിയില്ല. അബദ്ധത്തിന് എന്തോന്ന് എടുത്തപ്പോൾ 500 ഉറുപ്പ്യ കിട്ടുകയും ചെയ്തു. കിട്ടിയത് ലാഭം എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക എന്നല്ലാണ്ട് അന്തല്ലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കുബ്ജേറോ പറയണേ, കുബ്ജേക്കിപ്പോൾ ഇത് തോന്നിയില്ലല്ലോ മുമ്പ്, നീ ഇങ്ങനെ ഒരു കേമിൻ്റെ കൂടെ നടന്നിട്ട് എന്തല്ലേ കഷ്ടം തന്നെ എന്നിട്ട് പറയുകയും ചെയ്തു. അതുകൊണ്ട് പൃഥിവ്യാമസി കുബ്ജാനാമുത്തമ ബുദ്ധി നിശ്ചയ. നാട്ടിലെ കൂനിയോളൊക്കെ ഒന്നുമില്ലാത്ത ബുദ്ധി നിനക്കുണ്ട്. മാത്രമല്ല ത്വമേവ ത്വമമാർത്ഥേഷു നിത്യയുക്താഹിതൈഷിണി. നീയാച്ച എപ്പോഴും എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ച് നടക്കണൊരു കൂട്ടാണ്. എപ്പോഴും നിനക്ക് എൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല. എൻ്റെ കാര്യം നന്മയാവും എപ്പോഴാ എങ്ങനെയാ നോക്കി നടക്കുകയാണേ നീ. വല്ലാത്ത കേമത്തം തന്നെയാണ് എൻ്റേത്. എന്നിട്ട് ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ഈ കുബ്ജയ്ക്ക് ചിലപ്പോൾ രോമാഞ്ചമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്താ കാരണം? താൻ ചെയ്ത പണി, തൻ്റെ ദുഷ്ടത ഫലിക്കുകയാണ്. ഇപ്പം നമ്മളൊരു സംഗതി കൊണ്ടുവന്ന് നന്നായിട്ട് ഫലിക്കണമെന്ന് കണ്ടാൽ അത് കൊണ്ടുവന്ന ആൾക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? സന്തോഷമായി കുബ്ജയ്ക്ക്. എന്നിട്ട് കുബ്ജയോട് പറയും ചെയ്തു, എന്തായാലും നിന്നെ ഞാൻ എന്ത് ചെയ്യണ്ട, എൻ്റെ ഭരതൻ അങ്ങോട്ട് രാജാവാവട്ടെ. രാജാവായ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യും? തവേദം സ്ഥകു യദ്ദീർഘം രഥഖോണം വിവായതം മതയ അമ്പോ. അതല്ലേ പറഞ്ഞ ക്ഷത്രവിദ്യാശ്ച. എൻ്റെ ഈ കൂനുണ്ടല്ലോ, ആ കൂന് ഞാൻ സ്വർണം പൊതി, എൻ്റെ കൂനമ്പിൽ അങ്ങനെ അത്രതേ പ്രതിമോക്ഷ്യാമി മാലാം കുബ്ജേ ഹിരൺമയും അഭിഷിക്തേച്ച ഭരതേ രാഘവേച്ച വനങ്കതേ. ഭരതൻ അഭിഷേകം കഴിഞ്ഞ് രാജാവുക, രാമൻ കാട്ടിക്ക് അങ്ങോട്ട് പോവുക. അവർ രണ്ടും ഇങ്ങോട്ട് പോയി. ഭരതൻ രാജാവുകയും ചെയ്തു, രാമൻ കാട്ടിക്ക് പോയി. ആ ഓട്ടോറിക്ഷ കണ്ണിന്ന് അങ്ങോട്ട് മറിഞ്ഞാൽ എന്താവും? ഓട്ടനെ എന്നെ ഇങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് എൻ്റെ കൂനിൻ്റെ മുകളിൽ ഞാൻ അങ്ങോട്ട് സ്വർണ്ണം അങ്ങോട്ട് പൊതിയും. അത് സ്വർണം പൊതി തന്നെ വേണത്. എന്ത് അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് ജാത്യേനച്ച സുവർണേന. ആ മറ്റേ ജാതി ചെമ്പ് കൂടിയ സ്വർണ്ണം അല്ല കേട്ടോ, ജാത്യേനച്ച സുവർണേന. നല്ല അസല് മാറ്റ് കൂടിയ എത്ര ക്യാരറ്റാ? ബീട്രൂട്ടോ അത്രയ്ക്കൊക്കെ ഉണ്ടാവും. നല്ല ശുദ്ധായതിൻ്റെ കണക്ക് പറയില്ലേ? ആ ജാതി ശുദ്ധായ സ്വർണം കൊണ്ട് എന്ത് ചെയ്യും? ജാത്യേനച്ച സുവർണേന. നോക്കൂ, അതിലെ സുനിഷ്ഠ നന്നായി ചുട്ട് പഴുപ്പിച്ച് ശുദ്ധം വരുത്തി കൊണ്ടുവന്ന സ്വർണം കൊണ്ട് ലബ്ധാർത്ഥാച പ്രതീതാച ലേപയിഷ്യാമി തേ സ്ഥഗോ. സ്ഥഗുച്ച കൂന്. ലേപയിഷ്യാമി ലേപനം പെരട്ടും. സ്വർണം പെരട്ടും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്വർണം പൊതിയും. സ്വർണം പെരട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സ്വർണത്തിൻ്റെ നമ്മൾ ഈ കൊടിമരമൊക്കെ സ്വർണം പൊതിയാനായിട്ടില്ലേ, സോപാനൊക്കെ പൊതിയില്ലേ, ഏതാണ്ട് അതിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവളുടെ കൂനുമ്മിൽ അതൊക്കെ ഈ ചെമ്പിൻ്റെ പലക വെച്ച് കെട്ടിയിട്ട് നമ്മളിപ്പോൾ സ്വർണത്തിൻ്റെ കൊടിമരം എന്നൊക്കെ പറഞ്ഞാൽ മുഴുവനും സ്വർണ്ണമൊന്നും അല്ലാതെ അത് ചെമ്പിൻ്റെ പറയുണ്ടാക്കി. അത് ചെമ്പിൻ്റെ പറ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചെമ്പിൻ്റെ പറ മുശാരിമാരുണ്ടാക്കി കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ട് ആ ചെമ്പിൻ്റെ മുകളിൽ കുറേശ്ശെ സ്വർണ്ണം ഇങ്ങനെ പൂശിയേ പതിവുള്ളൂ. അല്ലാതെ മുഴുവനൊന്നും സ്വർണ്ണം ഉണ്ടാക്കണമെങ്കിൽ എത്ര സ്വർണം വേണ്ടി വരും? അത്രയൊക്കെ സ്വർണ്ണം അതിനൊന്നും പ്രാപ്തി നമ്മുടെ നാട്ടിലൊന്നും ഇല്ലേ. ഇതല്ല, ഇതങ്ങനെ ചെമ്പിൻ്റെ മുകളിൽ പൂശൊന്നുമില്ല. ഇത് എന്ത് ചെയ്യും? നല്ലോണം മുഴുവനും
യദ്ദീർഘം എന്തോന്ന്, എൻ്റെ ആ കൂന് നല്ല നീണ്ട കൂനുണ്ടല്ലോ, അപ്പോൾ കുറച്ച് നല്ല നീളമുള്ള കൂന. അതുകൊണ്ട് തവേദം സ്ഥഗു യദ്ദീർഘം എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? യദ്ദീർഘം ചെന്താർത്ഥം നീണ്ട് കിടക്കണ കൂന്, അതിൻ്റെ മുകളിൽ ഞാൻ അങ്ങോട്ട് സ്വർണ്ണം അങ്ങോട്ട് പൂശും നല്ലോണം. സ്വർണ്ണം പൂശല്ല, സ്വർണ്ണം അങ്ങോട്ട് പിടിപ്പിക്കും നന്നോണം. മുഖം തിലകം ചിത്രം. എന്തല്ലേ വരാൻ പോണത്, നന്നായിട്ട് ചെയ്യാൻ പോണ്ട. നല്ല നല്ല മാലയും ആഭരണവും ഒക്കെ നിനക്ക് ഞാൻ തരണുണ്ടെന്നും പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. ഇതൊക്കെ കേട്ടപ്പോഴും നമ്മുടെ കുബ്ജ, നമ്മുടെ മന്ധര എന്ത് ചെയ്തില്ല? ആഹ്ലാദം കൊണ്ട് അങ്ങോട്ട് കുത്തി മറിഞ്ഞില്ലേ? മന്ധര നല്ല പഠിച്ച കള്ളത്തരക്കാരിയനെ. മന്ധര പറഞ്ഞു, ഗതോ തകേ സേതു ബന്ധോ ന കല്യാണി വിധീയതേ. കല്യാണി പറഞ്ഞാൽ മംഗളസ്വരൂപിണി. വെള്ളം ഒഴുകി പോയിട്ട് പിന്നെ ഇത് അണ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി. എന്നിട്ട് മീനമാസിൽ വറ്റിയ പുഴയിൽ അണ കെട്ടുക എന്തിന്? വായു പിടിക്കാനോ? അണ കെട്ടണത് എന്തിനാ? വെള്ളം ഒഴുകി പോവാതെ കെട്ടി നിർത്തി രക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ. അതല്ലേ പറഞ്ഞത്. ഗതോതകം വെള്ളം ഒഴുകിപ്പോയതിൻ്റെ ശേഷം സേതുബന്ധം അണ കെട്ടണത് ഇന്ന് കല്യാണി വിധീയത. അതൊന്നും ബുദ്ധിയുള്ളവർ ചെയ്യണ പണിയല്ല. അണ കെട്ടുക ചെപ്പ കെട്ടണം, വെള്ളം ഒഴുകി പോണതിൻ്റെ മുമ്പ് കെട്ടുക വേണ്ടത്. ഉത്തിഷ്ഠ കുരു കല്യാണം രാജാനമനുദരിശയ. അതുകൊണ്ട് എഴുന്നേറ്റിരിക്കൂ, വേണ്ടത് ചെയ്യൂ, രാജാവിനെ സമീപിച്ച് വേണ്ടത് പറഞ്ഞ് ചോദിച്ചു വാങ്ങൂ. അതൊക്കെ ഇനി എൻ്റെ കയ്യിലാ കാര്യം. എന്ത് പണ്ട് വക്കീല് കോടതിക്ക് പോകുമ്പോൾ പഠിപ്പിച്ചു കൊടുത്തു. ഒക്കെ എന്തൊക്കെയാണ് പറയേണ്ടത് പഠിപ്പിച്ചു കൊടുത്തു. കോടതിയിൽ ചെന്നാൽ ചോദിക്കുമ്പോൾ പറയേണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ജഡ്ജി ചോദിച്ചു, കൂട്ടിൽ കയറി നിൽക്കുമ്പോഴേ ചോദിച്ചു, പറയാൻ പറഞ്ഞു വേണ്ടതൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞോ ചോദിച്ചു. ഇനി എന്തെങ്കിലും പറയാൻ വക്കീലിനോട് ചോദിച്ചിട്ട് പറയാമെന്നും പറഞ്ഞു. എന്ത് ഇനിയും കൂടുതൽ പറയണമെങ്കിൽ വക്കീലിനോട് ചോദിച്ചിട്ട് പറയാമെന്നും പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം വക്കീലിന് കൂട്ട് കയറിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വക്കീൽ അല്ലാതെ അയാളുടെ ആഫീസിൽ വരുമ്പോൾ ഒക്കെ പറഞ്ഞ് ഇമ്പോസിഷൻ എഴുതിയൊക്കെ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ പഠിപ്പിച്ച് അപ്പോൾ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ചെയ്യേണ്ടതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്, ചെയ്തോളൂ നന്നായിട്ട്. അതുകൊണ്ട് തഥാ പ്രോത്സാഹിത ദേവി ഗത്വാ മന്ധരയാ സഹ ക്രോധാകാരം വിശാലാക്ഷി സൗഭാഗ്യമദഗർവിത. അതാണ്ടായത് ക്രോധാകാരം. അങ്ങനെ മന്ധരയും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ഈ കൈകൈ എന്തേ ചെയ്തു വെച്ചാൽ പ്രോത്സാഹിത മലയാളല്ലേ ഇതൊക്കെ? അതല്ലേ പറഞ്ഞത്. മന്ധരയാണ് പ്രോത്സാഹിപ്പിച്ചത്. ഉത്സാഹിപ്പിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഉത്സാഹിപ്പിച്ച മന്ധരയും കൂട്ടിയിട്ട് ഗത്വാ മന്ധരയാ സഹ, മന്ധരയുടെ കൂടെ പോയിട്ട് എന്ത് ചെയ്തു? ക്രോധാകാരം വിശാലാക്ഷി. വിശാലാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? വിശാലാക്ഷി എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നർത്ഥം. സുന്ദരി എന്ന് അങ്ങനെ അർത്ഥം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു. വിശാലാക്ഷി നല്ല നീണ്ട് വലിയ കണ്ണുണ്ടാവുക. പണ്ടൊക്കെ എങ്ങനെയാണ്? നീണ്ട കണ്ണും വലിയ കണ്ണും ആണെങ്കിൽ സൗന്ദര്യം എന്ന് പറയും. നമ്മൾ വലിയ കണ്ണൊക്കെ വെച്ചാൽ പറയാം അതിന് ഉണ്ടക്കണ്ണെന്നും പറയുന്നത്. ഓരോ കാലം മാറുമ്പോൾ സൗന്ദര്യബോധമൊക്കെ മാറും. ആളുകൾക്ക് ബോധമൊന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്ത് ബോധം? സൗന്ദര്യബോധം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് വിശാലാക്ഷി പറഞ്ഞാൽ നല്ല നീണ്ട് ഭംഗിയുള്ള കണ്ണൊക്കെ ഉള്ളവളാവും ഈ കൈകൈ. സുന്ദരിയൊക്കെ തന്നെ. അതുകൊണ്ട് വിശാലാക്ഷിയായ സുന്ദരിയായ കൈകൈ സൗഭാഗ്യമദഗർവിത. തൻ്റെ ഈ സൗന്ദര്യ സൗഭാഗ്യമതം കൊണ്ട് ഇത്തിരി അഹന്തയുള്ളവളാണ്. അഹന്തയോട് കൂടിയിട്ട് എങ്ങടാ പോയ ക്രോധാകാരം ക്രോധാകാരം. നമ്മൾ എഴുത്തച്ഛൻ്റെ ഭാഷയെ പറഞ്ഞാൽ ക്രോധാലയം പുക്കു. ഇത് പുക്കു പറഞ്ഞാൽ പ്രവേശിച്ചു. എവിടെ പ്രവേശിച്ചു? ക്രോധാലയത്തിലേക്ക്. എന്താ ഈ ക്രോധാലയം എന്ന് പറഞ്ഞാൽ? അത് പഴയ കാലത്തൊരു സൗകര്യമായിട്ടോ, പണ്ടത്തെ ഒരു വലിയ സൗകര്യം. അത് നമുക്കിന്ന് ഇല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ പത്തായപ്പര, കളപ്പര, കുളപ്പര, പടിപ്പര, പിന്നെ റബ്ബർ ഷീറ്റ് കൊടുക്കണ പെര വേറെ, പലജാതി പെരകളുണ്ട്. പക്ഷേ ഈ പെര മാത്രമില്ല. പണ്ട് ഇതിനൊക്കെ പുറമെ ഒരു പെരയും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ക്രോധപ്പര. നാളികേരം നുണക്കാനല്ല അത്. എന്തിനത്? അതിൻ്റെ അതെന്താ ദേഷ്യം വന്നാൽ കയറിയിരിക്കാനുള്ള സൗകര്യം. എന്താ അല്ല അന്നത്തെ ഒരു സംവിധാനം. ഇപ്പം കലശലായിട്ട് ദേഷ്യം വന്നു കൂട്ടിക്കോളൂ. ഇന്ന് നമ്മുടെ നാട്ടിലെ കലശലായിട്ട് ദേഷ്യം വന്ന് നമ്മൾ എന്താ ചെയ്യുക? അടുക്കളയിൽ നിന്നാണ് ദേഷ്യം വന്നേച്ചാൽ പൂമുഖത്തേക്ക് ചെല്ലും. അവിടെയുള്ള ഇതിനൊക്കെ നേരിയേക്കും. പൂമുഖത്തു നിന്നാണോ വന്നേച്ചാൽ അപ്പോൾ ആ അടുക്കളയിൽ ഒന്നും അറിയാണ്ട് അരി വെച്ച് വറക്കണവരെയൊക്കെ നമ്മൾ നേരിയേക്കും. ഇതൊക്കെയാണ് ലോകത്തിൽ നടക്കണ പതിവ്. ഇനി ഇത് രണ്ടും തരാവാത്തൊരു ദേഷ്യം വന്നാൽ പൂമുഖത്ത് നേരെ ഇറങ്ങി വടക്കേ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. അവിടെ ആൺകുട്ടികളുണ്ടായതുകൊണ്ട് നമുക്ക് സമാധാനമായി തിരിച്ചു പോന്നു. പോരുമ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, തിരിച്ചു പോരാൻ പറ്റി. അവർ ചെറുപ്പക്കാരായിരുന്നേ. അപ്പോൾ അവരൊന്നും മനസ്സിരുത്തി. നമ്മുടെ ക്രോധവും പോയി, കാലിൻ്റെ മുട്ടും
പോയി, എന്നാലും ആദ്യത്തേത് പോയി. ശരിയല്ലേ ഇത്? ഇങ്ങനെ മോശമായിട്ടാണ് നമ്മൾ ഈ ക്രോധം പ്രകാശിപ്പിക്കുക കാരണത്താൽ നമ്മുടെ സ്ഥിതി മോശമായിട്ടാണ് നമ്മൾ എങ്ങോട്ട് തിരിച്ചു വരിക. പണ്ടങ്ങനെയില്ല. അത് ക്രോധാലയം എന്ന് പറയും. ക്രോധം വന്നാൽ കയറി ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നാൽ മതി. എന്താ അതിൻ്റെ ഉള്ളിലത്തെ സംവിധാനം നോക്കാം എന്താന്ന്. ഈ ക്രോധാലയത്തേക്ക് നേരെ അങ്ങോട്ട് കയറി ചെന്നാൽ ആദ്യം നമ്മളിങ്ങനെ അരിശം കയറിയിട്ടാണല്ലോ വരിക. ആ മുറിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നല്ല ഇരുമ്പിൻ്റെ ഇത്രശ വണ്ണുള്ള ഓരോരോ ഇരുമ്പിൻ്റെയും കരിങ്കല്ലിൻ്റെയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കരിങ്കല്ലുകൊണ്ട് പല്ല് പുളിക്കണവരാണെങ്കിൽ ഇരുമ്പുകൊണ്ട് പുളിക്കണം. ഒരു കല്ല് രണ്ടിട്ട് കട്ടിക്കുക, നല്ലോണം കട്ടിക്കുക. ചിലപ്പോൾ കുറേ ആശ്വാസം ഉണ്ടാവും. എന്നിട്ട് ആശ്വാസം വരാത്തവർ ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ ആണിയുടെ കൂർപ്പ് പുറത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ തറച്ച് വെച്ച ചില സ്ഥലങ്ങൾ അവിടെ പോയി തല ഇടിക്കുക. കുറേ ആശ്വാസം വരും, നല്ലോണം വരും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത മുറിയിൽ 2 പൈപ്പ്, കാരണം ചുമന്ന പൈപ്പും ഒരു പച്ച പൈപ്പ്. പച്ച പൈപ്പിൽ തണുത്ത വെള്ളവും ചുമന്ന പൈപ്പിൽ ചൂടുവെള്ളവും വരും. പച്ച പൈപ്പിലെ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകി ചുമന്ന പൈപ്പിലെ ചൂടുവെള്ളം 2 കവിള് കുടിക്കുക. അപ്പോൾ കുറേയും കൂടി ആശ്വാസം വരും. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മുറിയിൽ ജേണൽസ് ഉണ്ടാവും. ജേണൽസ്, പുതിയ ജേണൽസ്. അത് കുറച്ചു നേരം വായിക്കുക. ഫാനും ഉണ്ടാവും. കുറച്ചു നേരം ഇരുന്ന് വായിക്കുക. ഒരു 1/4 മണിക്കൂർ വായിച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മുറിയിൽ മുണ്ട് നേരി എടുക്കാനും മുഖം നേരിയാക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും. നേരിയാക്കി മുണ്ടൊക്കെ നേരി എടുത്തതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി എന്ത് ചെയ്യുക, അവിടുന്ന് പോയി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരുക. ആര് പോയി എന്ന്? അതാ ക്രോധം പോയി എന്ന് പറഞ്ഞ് ചിരിച്ചും കൊണ്ട് എന്തൊരു ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊക്കെ ആരാ പറഞ്ഞത്? ആർക്കാ നമുക്കറിയില്ല. എങ്ങനെയൊക്കെ ആവും. അങ്ങനെ ആവാനേ സാധ്യത. അതൊന്നും ഇവിടെ വർണ്ണിച്ചിട്ടില്ല. ഇനി ഇതൊന്നും ഇതിലുണ്ടെന്ന് എവിടെയും പോയി പറയേണ്ട. അദ്ദേഹം പറയുകയും ചെയ്തു എന്ന്. അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും എങ്ങനെയൊക്കെ ആവാനാണ്. എന്തായാലും ഈ ക്രോധാലയം എന്ന് പറയുന്നത് പഴയൊരു സൗകര്യമാണ് കേട്ടോ. എന്താ എന്നില്ലാത്തൊരു സൗകര്യം. അന്നത്തെ ആളുകളുടെയൊക്കെ ഒരു ചിന്തയുടെ പ്രത്യേകത. നമ്മൾ ഇന്ന് എന്തൊക്കെ വലിയ മാളികയൊക്കെ കെട്ടി പണിത് വലിയ ഗ്രഹങ്ങൾ പണിയണം, പക്ഷെ എന്തുമാത്രം പണിയില്ല. മുക്കാലും അതുകൊണ്ട് എല്ലാ മുറിയും ക്രോധാലയാണ്. അപ്പം ഇതിനായിട്ടൊരു മുറി പണിയാത്തതുകൊണ്ട് ശരിയല്ലേ? ഇത് നമുക്ക് ദേഷ്യം പിടിക്കുന്നേക്കുന്നത് വല്ല നിവൃത്തിയുണ്ട് എല്ലായിക്കും. ഉരുള ഇങ്ങോട്ട് വായിക്ക് ചെല്ലുമ്പോൾ മാത്രം ഒരു ഒഴിവുണ്ട് എന്ന് മാത്രം. അതങ്ങോട്ട് പോയാൽ പിന്നെയും ദേഷ്യം വരും. അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ. പണ്ടത്തെ അങ്ങനെയല്ല ക്രോധാലയം. അപ്പോൾ ക്രോധാലയത്തിലേക്ക് പ്രവേശിച്ചു. എന്തിനാ ക്രോധാലയത്തേക്ക് പ്രവേശിച്ചെന്നറിയൂ? മന്ധര പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല രാജാവ്. ദേഷ്യം പിടിച്ച തന്നെ നോക്കാനും രാജാവ് ധൈര്യപ്പെടില്ല. അതുകൊണ്ട് പോയി ഈ പണിയെടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ നല്ല വിദ്യ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ക്രോധാലയത്തിലേക്ക് പോവുക എന്നുള്ള മട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ടോ അതല്ലേ പറയണത്. ഈ കൈകൈ അവിടെ ഇങ്ങോട്ട് ചെന്നിട്ട് ആ നല്ല പച്ചയമ്പിൽ പുള്ളിയുള്ള സാരിയൊക്കെ ചുറ്റിയത്. അത് നല്ല മറ്റേ കമ്പി എന്തായെന്ന് പറയണ ഇങ്ങനെ ഭംഗിയിൽ നിർത്തില്ലേ? ആ വസ്ത്രം എങ്ങനെ നിർത്തണതിന് ചില യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പിടിപ്പിച്ച വസ്ത്രമൊക്കെ ധരിച്ചിട്ടൊക്കെ തന്നെയാണ് നിൽക്കണം. മുടിയൊക്കെ എങ്ങനെ മറ്റേ കമ്പി ഇങ്ങോട്ട് കൊളത്തി ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് കുത്തി, മുടിയേക്കാളും കമ്പി തലയിലുണ്ട്. അങ്ങനെയൊക്കെ ഒതുക്കി ചിട്ടയാക്കിയിട്ടൊക്കെ വെക്കില്ലേ? അങ്ങനെയൊക്കെയാണല്ലോ വെക്കേണ്ടത്. അതൊക്കെ ചെയ്യുന്ന ആളാണ് ആര്? കൈകൈ എന്ത് ചെയ്തു? ആ കമ്പികളൊക്കെ എല്ലാം ഊരി കളഞ്ഞു. കുപ്പായത്തിൻ്റെ ഈ വസ്ത്രത്തിൻ്റെയൊക്കെ. എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ആ ക്രോധാലയത്തിൽ ഇടിവെട്ടി പന വീണ മാതിരി ആരങ്ങോട്ട് വീണ് കിടന്നു. ഇടിവെട്ടിയ വലിയ പനയൊക്കെ കണ്ടിട്ടില്ലേ? പന എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? വലിയ പനി ഉണ്ടാവും. അതൊക്കെ ഇടിവെട്ടി വീണ എങ്ങനെ ഉണ്ടാവും? അമ്മട്ടിൽ അതാ കടക്കണോ എന്നിട്ട് പറയുകയും ചെയ്തു. ഇഹവാ മാം മൃദാം കുബ്ജേ നൃപായ ആവേദയിഷ്യസി വനം വാരാഘവേ പ്രാപ്തേ ഭരതം പ്രാപ്സ്യതി ക്ഷിതിം. ഈ രാമൻ കാട്ടിക്ക് പോയി ഭരതൻ രാജാവാതെ ഇപ്പോൾ രാജാവിനോട് പോയി പറഞ്ഞോളൂ കൈകൈ മരിച്ചു എന്നോ അല്ലെങ്കിൽ മരിക്കായിന്നോ പോയി പറഞ്ഞോളൂ എന്നും പറഞ്ഞു. ആരോട്? പോയി പറയൂ രാജാവിൻ്റെ അടുത്ത് നിന്നും പറഞ്ഞു. എന്നിട്ട് എന്താണ്ടായത്? ഇതാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. പറഞ്ഞേക്കുകയും ചെയ്തു. ഒന്നും പറയണ്ട. രാജാവാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. ഉള്ളിലൊരു ശങ്ക ഇല്ല. ആർക്ക്? രാജാവിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ഒരു ചെറിയൊരു അസ്ക്യതയുണ്ട്. അതെന്താന്ന് നിശ്ചയില്ല. എന്നാലോ രാജാവ് എന്ത് ചെയ്യണുണ്ട്? സന്തുഷ്ടനാണ്. ഇനിയും പൊതുവേ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ നല്ല സന്തോഷമായിട്ടൊക്കെ തന്നെയാണ് ഒന്ന് നടക്കണത്. കേമാണ്. എന്നാലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഭാവമാറ്റം വരും ഇല്ലേ? എന്താ നല്ല സന്തോഷമാണ്, പക്ഷെ ഇടയ്ക്ക് ഉള്ളിൽ ഒരു വിചാരം വരും. എന്താ ഈ വിചാരിക്കണേ ചോദിച്ചാൽ വിചാരിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവില്ല.
അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ പെടാറില്ലേ? അതന്നെ ഇപ്പം രാജാവിന് എവിടെയോ ഒരു വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത എന്തോ ഒരു ചെറിയ ഒരു അസ്ക്യത എവിടെയോ ഉണ്ട്. എന്നാലും നാളെ രാമൻ രാജാവൂലോ എന്നുള്ളൊരു ആഹ്ലാദം മുമ്പിലും ഉണ്ട്. ആ രാജാവ് അങ്ങനെ ആഹ്ലാദമൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് കൈകൈ ഇവിടെ പരിപാടി പണികളൊക്കെ തുടങ്ങി. എന്ത് പണിയും? എന്താ അല്ലേ കഷ്ടപ്പാട് നോക്കൂ, ആലോചിച്ചു. രാജാവിൻ്റെ കാര്യമൊക്കെ നേരെയാവാൻ പോവുകയാണ്. എന്നിട്ട് പറയുക വെച്ചാൽ നോക്കൂ, തഥാവിദ്ധാമഹിഷീതു കുബ്ജയാ സമാഹത. ഈ കുബ്ജർ പറഞ്ഞ വർത്തമാനം കേട്ട് ഈ വിധം ഒക്കെ പുറപ്പെട്ട കൂനിയുടെ വാക്ക് കേട്ട് പുറപ്പെട്ട ഈ കൈകൈ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മരിച്ചു പോയിന്നോ അല്ലെങ്കിൽ ഞാൻ മരിക്കുകയെന്നോ പോയി പറയൂ, രാമൻ കാട്ടിക്ക് പോവാതെ ഭരതൻ രാജാവാതെ ഞാൻ എഴുന്നേൽക്കില്ല എന്നുള്ള വർത്തമാനം പോയി പറയാൻ പറഞ്ഞു. ഇതെന്തേ ഇപ്പം പറയണൊന്നും പറയണ്ട. രാജാവാണെങ്കിലോ ഈ വിധത്തിൽ കൈകൈ ഇരിക്കണതൊന്നും രാജാവിന് അറിയില്ല. അദ്ദേഹം കൊട്ടാരത്തിൽ വലിയ സന്തോഷമായിട്ടിരിക്കില്ലേ. അഥസാ രുഷിതാദേവി സമ്യക് കൃത്വ സുനിശ്ചയം. നല്ലോണം ഉറപ്പിച്ചു, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട്. ഇത് നമ്മൾ കണ്ട കൈകൈ കുറച്ച് നേരത്തെ എങ്ങനെയാണ്? വളരെ സൗമ്യ, വളരെ ശാന്ത, വളരെ നല്ല മട്ടുമാതിരി. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ഇങ്ങനെ മാറണത് എന്താണെന്നറിയൂ? ചില ദുഷിച്ച സമ്പ്രദായങ്ങൾ അകത്തേക്ക് കടന്ന് കയറിയാൽ നമ്മളല്ലാതെ തീരും. ഈ മഹാഭാരതത്തിൽ നളനെ പാമ്പ്, എന്താ പാമ്പിൻ്റെ പേര്? കാർക്കോടകൻ പാമ്പ് കടിച്ചപ്പോൾ എന്താണ്ടായിന്നറിയൂ? നളൻ കരുവാളിച്ച് കറുത്ത നിറായി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പാമ്പ് കടിച്ചാൽ ചത്തു പോവുക ചെയ്യുക. കരുവാളിച്ച് കറുത്ത നിറായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ചില പാമ്പുകൾ, ചില വിഷാംശങ്ങൾ, അത് മാനസിക വശത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അകത്തേക്ക് കയറി ചെന്നാൽ നമ്മളിങ്ങോട്ട് കരുവാളിക്കും. ശരീരമല്ല, നമ്മുടെ സ്വഭാവം, നമ്മുടെ സമ്പ്രദായമൊക്കെ എന്ത് ചെയ്യും? കരുവാളിക്കും ചേർത്ത് എന്താ? നിറം മങ്ങി വിരൂപമായിട്ട് തീരും. വൈരൂപ്യം വരും. കൈകൈയുടെ സ്വഭാവത്തിന് വൈരൂപ്യം വന്നു. കൈകൈ ഇപ്പം എന്ത് ചെയ്യാൻ പോവുകയാണ്? നിശ്ചയിച്ചു, രണ്ടിലൊന്ന് അറിഞ്ഞ തീരുമാനമുള്ളൂ. അല്ലാതെ രണ്ടിലൊന്ന് അറിഞ്ഞ തീരുമാനത്തിൽ നിന്ന് പിന്മാറുള്ളൂ പറഞ്ഞ അർത്ഥം എന്താണെന്നറിയൂ? താൻ ആര് പ്രേരിപ്പിച്ചാലും ഇപ്പോഴത്തെ തൻ്റെ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിച്ച് പോവല്ല എന്നാണ്. അത് രണ്ടും കൽപ്പിച്ചിറങ്ങുക എന്ന് പറയില്ലേ നമ്മൾ? രണ്ടും കൽപ്പിക്കലാണ് ഇപ്പോൾ കൽപ്പിച്ചത്. നോക്കാം നമുക്ക്. അതൊക്കെ തന്നെയാണ് സ്വഭാവം കാണിക്കുന്നത്. പിന്നെ അങ്ങനെ ഉണ്ടായത് സംവിവേശാബല ഭൂമൗ നിവേശ്യ ഭ്രുകുടീം മുഖേ. ഭൂമിയിൽ നിലത്ത് കിടക്കുക. എങ്ങനെയാ കിടക്കണേന്ന് പറയും? ഭ്രുകുടീം മുഖേ. ഭ്രുകുടി, ഭ്രു പറഞ്ഞാൽ പുരികയാണ്. ഈ പുരികൊക്കെ എങ്ങനെയാ വെച്ചോ? പുരികൊക്കെ അങ്ങനെ വളച്ച പിടിച്ചിട്ടേ, പുരിക അങ്ങനെ വളച്ച് പിടിച്ച അതിൻ്റെ അർത്ഥം എന്താ? വലിയ അത് തന്നെ ബുദ്ധിമുട്ട്, ഉള്ളിലുള്ള ബുദ്ധിമുട്ട് കാണിക്കാനാണ്. സാമാന്യേനെ നമ്മളിങ്ങനെ നിൽക്കുമ്പം നല്ല മട്ട ഒന്നും തോന്നില്ല. ഇങ്ങനെയൊക്കെ വളച്ച് പിടിച്ചാൽ എന്ത് തോന്നും? നല്ല മട്ടല്ല, എന്തൊക്കെയോ ഒരു വൈഷമ്യം ഉണ്ട് അതിലെന്ന്. ഈ മട്ടിലെ കൈകൈ ചെന്നിരുന്ന സമയത്ത് ഇവിടെ ഒന്നും പറയണ്ട. അപ്പം രാജാവ് ഇങ്ങനെ അടുത്തേക്ക് ഈ വർത്തമാനമൊക്കെ അറിഞ്ഞ് പുറപ്പെടുമ്പം ക്രോധാകാരേ നിപതിതാസാഭൗമലിനാംബര ഏകവേണീം ദൃഢം ബധ. ഏകവേണി, എന്താ ഏകവേണി പറഞ്ഞാൽ? വേണി എന്ന് പറഞ്ഞാൽ മുടിയാ. ഏകവേണി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഈ ഇങ്ങനെ നല്ലോണം വിസ്തരിച്ച് പരന്ന് കിടക്കുന്ന സുന്ദരമായ മുടി ഏകവേണിയൊക്കെ പറഞ്ഞാൽ ഒറ്റമട്ടാക്കിയിരിക്കണോ? എന്തെങ്കിലുമൊക്കെ ജാതി മറ്റേ ജാതി പിരിച്ച് കെട്ടിയിട്ടൊക്കെ ഒറ്റമട്ടാക്കി. അതെന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, ഈ സ്ത്രീകളെ ഏകവേണി എന്ന പ്രയോഗത്തിൽ പ്രയോഗിക്കുക എപ്പോഴാണെന്നറിയോ? ഭർതൃവിയുക്തയായി വിരഹിണികളായ സ്ത്രീകളെയാണ് ഏകവേണി എന്നുള്ള സമ്പ്രദായത്തിൽ ഈ സംസ്കൃതത്തിൽ പൊതുവെ പറയുക. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഏകവേണി പോകുന്നത് കാണാം, ഉണ്ടല്ലേ? അല്ല, ഞാൻ അത് കുറ്റം പറഞ്ഞതല്ല, അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞതോ അല്ലെ മാറ്റണം എന്ന് പറഞ്ഞതൊന്നുമല്ല. നമുക്ക് ഇങ്ങനൊരു പരിചയത്തിലിരിക്കുമ്പം ഈ പറയുന്നതിൻ്റെ മുഴുവൻ അർത്ഥം മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത്. ഏകവേണി എന്നുള്ള സമ്പ്രദായം സാധാരണ വിരഹിണികൾ, വിരഹിച്ചെന്തർത്ഥം? ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ത്രീ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുമ്പം അലങ്കാരമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ളൊരു ഭംഗി കൂട്ടണ വസ്തുക്കളൊന്നും ഉണ്ടാവില്ല. മുടിയൊക്കെ വാരി കെട്ടി നിൽക്കൽ, ഒരു ഒതുക്കി ഒരു കെട്ട് വയ്ക്കും. ചന്തത്തിലും ഭംഗിയിലൊന്നും അങ്ങനെ സുന്ദരമായിട്ടൊന്നും അണിഞ്ഞൊരുങ്ങില്ല എന്ന് കാണിക്കാനാണ് ഈ ഏകവേണി എന്ന് പറയണതേ. അതാണ് ഈ കൈകൈ ഇപ്പം എന്താ ചെയ്തത്? ഭർതൃമതിയാണെങ്കിൽ പോലും ഇപ്പം എന്ത് ചെയ്തു? ഒരു വിരഹിണിയെ പോലെ ഏകവേണി സമ്പ്രദായത്തിൽ മുടിയൊന്നും അലങ്കാരമില്ലാതെ കെട്ടി ഒതുക്കി ഒരു ദിക്കിൽ വെച്ചതിൻ്റെ ശേഷം മുഖത്തൊന്നും അലങ്കാരം ചാർത്തൊന്നും ഇല്ലാതെയാണ് പോയിരുന്നത്. കണ്ടാൽ തന്നെ എന്ത് തോന്നും? ശരിയല്ലേ? നമുക്കിപ്പോൾ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരാളിങ്ങനെ വരുമ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുത്വം കുടുംബത്തിലൊക്കെ ആരെങ്കിലും മരിച്ചു എന്ന് കൂട്ടിക്കോളൂ. ആരെങ്കിലുമൊക്കെ മരിക്കില്ലേ? മരിച്ചാൽ പിന്നെ നമ്മൾ അലങ്കാരമൊന്നും പതിവില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായെന്ന് നമ്മൾ അറിയണില്ല. ഇദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കും, എന്താ ഒരു പ്രസാദല്യായ, എന്താ വല്ല പേലേക്കുള്ള മാതിരി എന്നുള്ള മാതിരി.
ഇത് പേലയുള്ള മാതിരി ചെന്തർത്ഥം. പേല എന്നുള്ള സമയത്ത് നമ്മൾ അണിഞ്ഞൊരുങ്ങൊന്നുമില്ല, ചന്ദനം കുറിയിലില്ല, പൊട്ടുകുത്തില്ല, അതൊന്നും ഇല്ലല്ലോ. അപ്പം മുഖത്ത് കാണുമ്പോൾ പണ്ട് കണ്ണൊരു വൃത്തി അപ്പം നമുക്ക് എന്താ ഒരു അതെങ്ങനെ ഒരു അതറിഞ്ഞില്ല കേട്ടോ. എന്ത് വൈഷമ്യം ഉണ്ടായി കുടുംബത്ത്, ബന്ധുക്കളാരോ ഒരാൾ മരണം ഉണ്ടായി എന്നൊക്കെ പറയില്ലേ. അപ്പം അതുപോലെ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കണ കൈകേയിയാണ് ഇപ്പം അതൊന്നും ഇല്ലാതിരിക്കണം. അപ്പം എന്തായാലും വേഗം തിരിച്ചറിയും, ഭാവമാറ്റം തിരിച്ചറിയും. മഹാരാജാവ് എന്നൊക്കെ ഇപ്പം എന്താ പറയണ്ടോ, ഒന്നും പറയണ്ട. രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രതിഹാരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പ്രതിഹാരി എന്നൊക്കെ പറഞ്ഞാൽ തവണക്കാരൻ എന്നർത്ഥം. തവണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ വലിയ ആഫീസിലൊക്കെ പോയാൽ ആഫീസറെ കാണണമെങ്കിൽ എന്ത് ചെയ്യും?